ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാമൃതദ്രവസംയോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 5-ാമത്തെ അധ്യായം അവസാനത്തെ 3 ശ്ലോകങ്ങൾ 24 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളും 6-ാമത്തെ അധ്യായം ആദ്യത്തെ 2 ശ്ലോകങ്ങളും വായിക്കാം. 5-ാമത്തെ അധ്യായം ദക്ഷന്റെ യാഗത്തിന്റെ വിഫലത. 6-ാമത്തെ അധ്യായത്തിന്റെ പേര് ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു. ശ്ലോകം 24. ദൃഷ്ട്വാ സംജ്ഞപനം യോഗം പശൂനാം സാ പതിർമഖേ യജമാന പശോകസ്യ കായാത്തേന അഹരത് ശിരഃ. സാധുവാദസ്തഥാ തേഷാം കർമ്മതത്യസ്യ പശ്യതാം ഭൂതപ്രേതപിശാചാനാം അന്യേഷാം തദ്വിപര്യഃ. ജുഹാവ ഏതച്ഛിരാതസ്മിൻ ദക്ഷിണാഗ്നൗ അമർഷിതഃ. തദ്ദേവയജനം ദത്വാ പ്രാതിഷ്ഠദ്ഗുഹ്യകാലയം. മൈത്രേയ ഉവാച. അഥാ ദേവഗണാ സർവേ രുദ്രാണീകൈപരാജിതാഃ ശൂലാപട്ടീശ നിസ്ത്രിംശ പരിഘം ഉദ്ഗരൈഃ. സംഛിന്ന ഭിന്ന സർവാംഗ സത്ഋതിസഭ്യാകുലാഃ. ഭയാകുലാഃ. തം സ്വയംഭുവേ നമസ്കൃത്യ കാഷ്ണന്യേനൈതന്യവേദയൻ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജീവനി മാതാജി വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 4, സ്കന്ധം 4, അധ്യായം 5, ശ്ലോകം 24. ദൃഷ്ട്വാ സംജ്ഞപനം യോഗം പശൂനാം സാപതിർമഖേ യജമാന പശോകസ്യ കായാതേനാഹരച്ചിര. വിവർത്തനം. അപ്പോഴേക്കും യജ്ഞത്തിൽ മൃഗങ്ങളെ പ്രത്യേക രീതിയിൽ കൊല്ലുന്നതിനുള്ള തടി ഉപകരണം വീരഭദ്രന്റെ ദൃഷ്ടിയിൽപ്പെടുകയും അവൻ അതെടുത്ത് പെട്ടെന്ന് ദക്ഷന്റെ ശിരച്ഛേദം നടത്തുകയും ചെയ്തു. ശ്ലോകം 25. സാധുവാദസ്തഥാ തേഷാം കർമ്മതത്തസ്യ ശംസതാം ഭൂതപ്രേത പിശാചാനാം അന്യേഷാം തദ്വിപര്യഃ. വിവർത്തനം. വീരഭദ്രന്റെ പ്രവൃത്തി കണ്ട് സന്തുഷ്ടരായ മഹാദേവന്റെ ആളുകൾ ആഹ്ലാദമൂർച്ചയിൽ ഉറക്കെ നിലവിളിക്കുകയും ഭൂതപ്രേത പിശാചാദികൾ പ്രക്ഷുബ്ധ ശബ്ദങ്ങളാൽ ആരവം മുഴക്കുകയും ചെയ്തു. മറുവശത്ത് യജ്ഞത്തിന്റെ ചുമതലക്കാരായിരുന്ന ബ്രാഹ്മണർ ദക്ഷന്റെ മരണത്തിൽ ദുഃഖാർഹരായി കരഞ്ഞു. ശ്ലോകം 26. ജുഹാവൈദശ്ചിരസ്തസ്മിൻ ദക്ഷിണാഗ്നാവമർഷിതഃ തദ്ദേവ യജനം ദഗ്ധ്വാ പ്രാതിഷ്ഠദ്ഗുഹ്യകാലയം. വിവർത്തനം. വീരഭദ്രൻ ദക്ഷന്റെ ശിരസ്സെടുത്ത് യജ്ഞത്തിന് അർപ്പിക്കും പോലെ യജ്ഞാഗ്നിയുടെ ദക്ഷിണഭാഗത്തേക്ക് കോപത്തോടെ വലിച്ചെറിഞ്ഞു. ഈ രീതിയിൽ
ശിവന്റെ അനുയായികൾ യജ്ഞത്തിന്റെ എല്ലാ സജ്ജീകരണങ്ങളും തകർത്ത് തരിപ്പണമാക്കി. യജ്ഞശാലയ്ക്ക് തീ കൊളുത്തിയ ശേഷം അവർ അവരുടെ യജമാനന്റെ ഭവനമായ കൈലാസത്തിലേക്ക് പോയി. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം 5-ാം അധ്യായം. ദക്ഷന്റെ യാഗത്തിന്റെ വിഫലത എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു. അധ്യായം 6. ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തനാക്കുന്നു. മൈത്രേയ ഉവാച അത ദേവഗണാ സർവേ രുദ്രാനീകൈ പരാജിതഃ ശൂലപട്ടേ ശനിസ്ത്രേഷാം ഗദാപരികാമുദ്ധരൈ സംഛിന്ന ഭിന്ന സർവാംഗ സത്വിക് സഭ്യാഭയാകുലഃ സ്വയംഭുവേ നമസ്കൃത്യ കാർസൈന്യേനൈതന്യവേദയൻ. വിവർത്തനം. മഹാദേവന്റെ ഭടന്മാരാൽ പരാജിതരാവുകയും ശൂലങ്ങൾ, വാളുകൾ തുടങ്ങിയ ആയുധങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്ത യജ്ഞസഭയിൽ ഉണ്ടായിരുന്ന എല്ലാ പുരോഹിതന്മാരും ദേവന്മാരും മറ്റംഗങ്ങളും അത്യന്തം ഭയത്തോടെ ബ്രഹ്മദേവനെ സമീപിച്ചു. അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം അവർ യജ്ഞസ്ഥലത്തു നടന്ന സംഭവങ്ങൾ വിശദമായി സംസാരിക്കാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ വീരഭദ്രൻ യജ്ഞശാലയെ മുഴുവൻ നശിപ്പിച്ചു. വീരഭദ്രന്റെ നേതൃത്വത്തിലുള്ള മഹാദേവന്റെ ഭൂതഗണങ്ങൾ. അതിനുശേഷം വീരഭദ്രൻ ഭഗന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു എന്ന് പറയുന്നു. മഹാദേവൻ ദക്ഷനാൽ ശപിക്കപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്ന സമയത്ത് പ്രോത്സാഹിപ്പിച്ചിരുന്ന ഭഗന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. അതേപോലെ പൂഷാൻ മഹാദേവൻ അപമാനിക്കപ്പെടുമ്പോൾ പുഞ്ചിരിച്ചിരുന്ന പൂഷാന്റെ പല്ലുകൾ അടിച്ചു കൊഴിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം വീരഭദ്രൻ ദക്ഷനെ കടന്നു പിടിച്ചു. ദക്ഷനെ വധിക്കാൻ ശ്രമിച്ചു. ദക്ഷനെ വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ തന്റെ മന്ത്രശക്തി കൊണ്ടും വധിക്കാൻ ശ്രമിച്ചു. പക്ഷെ ദക്ഷന്റെ ചർമ്മത്തിനെ പോലും ഒന്നും ചെയ്യാൻ വീരഭദ്രന് സാധിച്ചില്ല. വീരഭദ്രൻ സംഭ്രമചിത്തനായി എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് വീരഭദ്രൻ സംജ്ഞപനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുധം, അത് പ്രത്യേകമായിട്ടുള്ള ഒരു ആയുധമാണ്. യജ്ഞശാലയിൽ വെച്ച് ഒരു മൃഗത്തിന്റെ ജീവൻ പുറത്തേക്കെടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സംജ്ഞപനം എന്ന് പറയുന്നത്. സംജ്ഞപനം ഉപയോഗിച്ച് ഒരു മൃഗത്തിനെ വധിക്കുകയും വേദമന്ത്രം കൊണ്ട് തിരിച്ച് ആ ജീവനെ അതിന്റെ ശരീരത്തിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ആ ജീവന് പുതിയൊരു ശരീരം നൽകാനും സാധിക്കും. അങ്ങനെ ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ മൃഗയജ്ഞം കൊണ്ട് യജ്ഞശാലയിൽ നടക്കുന്നത്. അന്നത്തെ കാലത്ത് ഒരു മൃഗത്തിന്റെ ശരീരത്തിൽ നിന്നും ജീവനെ പുറത്തെടുക്കാനും വീണ്ടും ആ ശരീരത്തിലേക്ക് ജീവനെ തിരിച്ചു കൊണ്ടുവരാനും വേദമന്ത്രങ്ങൾ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാനും അന്നത്തെ പുരോഹിതന്മാർക്ക്, ബ്രാഹ്മണന്മാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദമന്ത്രങ്ങൾ ശരിയായിട്ടാണോ ഉച്ചരിക്കുന്നത് എന്നറിയാനുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു ഈ മൃഗയജ്ഞം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ അതിനാർക്കും സാധിക്കുന്നില്ല. വേദമന്ത്രങ്ങൾ കൊണ്ട് ഒരു ജീവിയെയും വീണ്ടും ജീവിയിലേക്കും ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കലിയുഗത്തിൽ മൃഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള യജ്ഞങ്ങൾ നിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ മൃഗബലി എന്ന് പറയുന്നത് മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കാനുള്ള ഒരു ഉപായമായിരുന്നില്ല. അത് ഒരു പരീക്ഷണമായിരുന്നു, വേദമന്ത്രങ്ങളുടെ ശക്തി പരീക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു. അതുകൊണ്ട് ആ മൃഗത്തിന് യാതൊരു ദോഷവും വരുന്നില്ല. ഒന്നുകിൽ ആ മൃഗത്തിന് പുതിയൊരു ശരീരം ലഭിക്കും, അല്ലെങ്കിൽ നേരത്തെയുള്ള ശരീരത്തിലേക്ക് അതിനെ തിരിച്ചു വരാൻ സാധിക്കും. എങ്ങനെയായാലും അതിന് ദോഷമൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്.
പക്ഷെ പിന്നീട് കലിയുഗം ആരംഭിച്ച സമയത്താണ് വേദങ്ങളിൽ മൃഗബലി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് യഥാർത്ഥ യോഗ്യതയില്ലാത്ത ബ്രാഹ്മണന്മാർ വേദമന്ത്രങ്ങൾ ശരിയായ രീതിയിൽ ജപിക്കാനോ ആ മൃഗത്തിന് പുതിയ ശരീരം കൊടുക്കാനോ കഴിയാത്ത ബ്രാഹ്മണന്മാർ വേദങ്ങളുടെ പേരിൽ മൃഗബലി നടത്താൻ തുടങ്ങി. ആ ബലി അർപ്പിച്ച് മൃഗങ്ങളെ അവർ ഭക്ഷിക്കാനും തുടങ്ങി. അങ്ങനെ മൃഗത്തിനെ ഭക്ഷിക്കുന്നതിന് വേണ്ടി വേദമന്ത്രങ്ങൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ യജ്ഞങ്ങൾ നടത്തുന്ന അവസ്ഥയെത്തി. ബ്രാഹ്മണന്മാർ വരെ മൃഗങ്ങളെ കൊന്നു തിന്നുന്നതിന് വേണ്ടി യജ്ഞങ്ങൾ നടത്തുന്ന എന്ന് പറഞ്ഞിട്ട് ബുദ്ധൻ അവതരിക്കും. ബുദ്ധന്റെ ഉദ്ദേശം ആ ജീവജാലങ്ങളെ മൃഗബലിയുടെ പേരിൽ കൊല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആണ് ബുദ്ധൻ അഹിംസോ പരമോ ധർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ അങ്ങനെ മൃഗങ്ങളെ ആ മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പുറത്തെടുക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണം വീരഭദ്രൻ കണ്ടു എന്നാണ് പറയുന്നത്. ദൃഷ്ട്വാ സംജ്ഞപനം യോഗം. ആ സംജ്ഞപനം എന്നാണ് അതിന് പറയുന്നത്. സംജ്ഞപനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഉപകരണം കണ്ടു. അത് ഉപയോഗിച്ച് ദക്ഷന്റെ ശിരസ്സറുത്തു എന്നാണ്. ഇവിടെ ദക്ഷനെ കുറിച്ചും പറയുന്നുണ്ട് യജമാന പശു എന്ന് പറയുന്നത്. ദക്ഷനും യഥാർത്ഥമായിട്ടുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു മൃഗത്തിനെ പോലെയായിരുന്നു ദക്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഉയർന്ന ആധ്യാത്മിക യോഗ്യതയുള്ള തന്നെക്കാൾ ആത്മീയമായി ഉയർന്ന വ്യക്തികളെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരെ തിരിച്ചറിയാൻ ദക്ഷന് സാധിച്ചില്ല. അങ്ങനെയുള്ള ഭക്തന്മാരെ ബഹുമാനിക്കുന്നതിന് പകരം, ആദരിക്കുന്നതിന് പകരം മഹാദേവനെ പോലെയുള്ള വൈഷ്ണവനെ ദക്ഷൻ അപമാനിക്കുകയാണ് ചെയ്തത്. വധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ട ദേവന്മാരും അവർ ദുഃഖാർത്ഥരായി നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ മഹാദേവന്റെ അനുയായികളായിരുന്ന പ്രേതപിശാചുക്കൾ അവർക്ക് വലിയ സന്തോഷമായി. അവര് സാധു എന്ന് പറഞ്ഞിട്ട് ആനന്ദിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. സാധുവാ ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ശബ്ദം ക്ലിയർ ആണ്? കേൾക്കുന്നില്ല ചില വാക്കുകൾ. പ്രഭു, കട്ടായി പോകുന്നു. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കുന്നുണ്ട് പ്രഭു. കേൾക്കാം പ്രഭുജി. അങ്ങനെ ഭൂതപ്രേതാദികൾക്കെല്ലാം വലിയ സന്തോഷമായി. പക്ഷെ ദേവന്മാരും യജ്ഞങ്ങളുടെ ചുമതലയുള്ള പുരോഹിതന്മാർ അവർക്ക് വലിയ ദുഃഖമായി. അവർക്ക് യജ്ഞം നടത്താൻ സാധിക്കുകയില്ല. കാരണം യജ്ഞത്തിന്റെ പതിയായിട്ടിരുന്നത് ദക്ഷനായിരുന്നു. ആ ദക്ഷനെ വീരഭദ്രൻ വധിച്ചു. അങ്ങനെ ദക്ഷനെ വധിക്കുക മാത്രമല്ല, ദക്ഷന്റെ ശിരസ്സെടുത്ത് യജ്ഞത്തിന് സമർപ്പിക്കുന്നത് പോലെ വലിച്ചെറിഞ്ഞു എന്നും പറയുന്നു. അങ്ങനെ വലിച്ചെറിഞ്ഞു. അതേപോലെ യജ്ഞത്തിന്റെ എല്ലാ സജ്ജീകരണങ്ങളെയും തകർത്തു തരിപ്പണമാക്കി. യജ്ഞശാലയെ മുഴുവൻ നശിപ്പിച്ച് യജ്ഞശാലയ്ക്ക് തീ കൊളുത്തിയതിനു ശേഷമാണ് വീരഭദ്രന്റെ നേതൃത്വത്തിലുള്ള മഹാദേവന്റെ അനുയായികളെല്ലാം തിരിച്ച് കൈലാസത്തിലേക്ക് പോയത് എന്ന് പറയും.
അത്രയാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം 5-ാം അധ്യായം ദക്ഷന്റെ യാഗത്തിന്റെ വിഫലത എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു. അടുത്ത അധ്യായത്തിൽ ബ്രഹ്മാവിനെ ദേവന്മാരെല്ലാവരും സമീപിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ദേവനാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് എല്ലാ ദേവന്മാരും. അതുകൊണ്ട് ദേവന്മാർക്കോ അല്ലെങ്കിൽ മറ്റ് ലോകത്തിലുള്ള സിദ്ധന്മാർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ സമീപിക്കുന്നത് ബ്രഹ്മാവിനെയാണ്. ബ്രഹ്മാവിന്റെ നേതൃത്വത്തിലാണ് അടുത്ത ഒരു പരിഹാര നടപടി എടുക്കുന്നത്. ഇവിടെ ബ്രഹ്മാവിനെ എല്ലാ ദേവന്മാരും വന്ന് അവരുടെ സങ്കടം പറഞ്ഞു. കാരണം ഭൂതഗണങ്ങളുമായിട്ടുള്ള മഹാദേവന്റെ അനുയായികളുമായിട്ടുള്ള യുദ്ധത്തിൽ പലർക്കും പല അപകടങ്ങളും പറ്റിയിട്ടുണ്ടായിരുന്നു. അവരുടെ പല അംഗങ്ങളും നഷ്ടപ്പെട്ടു. മാത്രമല്ല അവർക്ക് യജ്ഞം പൂർത്തീകരിക്കാനും സാധിച്ചില്ല. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ബ്രഹ്മാവിനെ വന്ന് കാണുന്നത്. അങ്ങനെ ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ദേവന്മാരെല്ലാവരും കൈലാസത്തിലേക്ക് പോകുന്നത് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഈ അധ്യായത്തിൽ അവർ കാണുന്ന കൈലാസത്തിനെ വർണ്ണിക്കുന്നുണ്ട്. ബ്രഹ്മാവും ദേവന്മാരും കാണുന്ന കൈലാസത്തിനെ വർണ്ണിക്കുന്നു. അതേപോലെ മഹാദേവൻ എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത് എന്നുള്ള കാര്യം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാദേവന്റെ ഭടന്മാരാൽ പരാജിതരാവുകയും ശൂലങ്ങൾ, വാളുകൾ തുടങ്ങിയ ആയുധങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്ത യജ്ഞസഭയിൽ ഉണ്ടായിരുന്ന എല്ലാ പുരോഹിതന്മാരും ദേവന്മാരും മറ്റംഗങ്ങളും അത്യന്തം ഭയത്തോടെ ബ്രഹ്മാവിനെ സമീപിച്ചു. അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം അവർ യജ്ഞസ്ഥലത്ത് നടന്ന സംഭവങ്ങൾ വിശദമായി സംസാരിക്കാൻ ആരംഭിച്ചു. ദേവന്മാർ അവരുടെ പ്രശ്നങ്ങൾ ബ്രഹ്മാവിനോട് പറഞ്ഞു. അതിനുശേഷമാണ് ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ദേവന്മാരെല്ലാവരും കൈലാസ ലോകത്തിലേക്ക് പോകുന്നത്. ഈ ദേവീധാമത്തിനേക്കാളും ഉപരിയായിട്ടുള്ള ധാമമാണ് കൈലാസധാമം എന്ന് പറയുന്നത്. യഥാർത്ഥമായിട്ടുള്ള ഒരു കൈലാസത്തിന്റെ ചിത്രം നമ്മൾക്ക് നൽകുന്നുണ്ട്. ഇവിടെ വിവരിക്കുന്നത് ഭൂമിയിലുള്ള കൈലാസമല്ല, ഈ സദാശിവ ലോകം, മഹാദേവൻ എപ്പോഴും വിരാജിക്കുന്ന സദാശിവ ലോകത്തിനെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ മഹാദേവനോട് ബ്രഹ്മാവിന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാർ മാപ്പപേക്ഷിച്ച സമയത്ത് എങ്ങനെയാണ് മഹാദേവൻ പ്രതികരിച്ചത് എന്നുള്ള കാര്യം നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ് നമ്മൾക്ക് മഹാദേവന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ അധ്യായത്തിൽ അതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് തുടർന്ന് വായിക്കാം. നമ്മൾക്ക് നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु जी। सुखनमंद जी जपचो। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण कृष्ण